ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ ലോങ് ഹെയർ വീഡിയോസ് ആൻഡ് ടിപ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് മഴക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ്. ഇത് നമുക്ക് ടിപ്പായിട്ടും പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് താരം കളയാൻ പറ്റും. അതേപോലെ തന്നെ മുടി വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല റെമഡിയാണ്. നമുക്ക് മഴക്കാലത്ത് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. മഴക്കാലത്ത് പാക്കും ടിപ്പും ഉപയോഗിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആവശ്യമില്ലാതെ പുതിയ പുതിയ കാര്യങ്ങൾ, നമുക്ക് ശീലമില്ലാത്ത, നമ്മുടെ വീട്ടിലല്ലാത്തതും പുറത്തുനിന്ന് മേടിച്ച് ചെയ്യണതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ സ്ട്രെയിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പുതിയ പരീക്ഷണങ്ങളൊന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ കട്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ മുടിയിൽ ചെയ്യണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ടിപ്പും ഞാൻ പറഞ്ഞിട്ടുള്ള പാക്കുകളൊന്നും ഉപയോഗിക്കേണ്ടെന്നല്ല. അങ്ങനെ ഒരിക്കലും ഞാനൊരു വീഡിയോയിലും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. വീഡിയോ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന, മഴക്കാലത്ത് ഉണ്ടാവുന്ന ഇൻഫെക്ഷനുകൾ, നമുക്ക് ഫംഗസ്, അങ്ങനെ ചൊറിച്ചില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പാൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പുരോഗമനം കുറയ്ക്കാൻ, പാൻ ഉണ്ടാകുന്നതൊക്കെ കുറയ്ക്കാനും, അതേപോലെ തന്നെ താരം കുറയ്ക്കാനും, നമുക്ക് തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിലുകൾ കുറയ്ക്കാനും, അതേപോലെ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ചളി, പൊതുവെ നമ്മുടെ തലയിൽ കുറച്ച് ചളി ഉണ്ടാവും. ഈ മഴക്കാലത്ത് ചളി കൂടാൻ ചാൻസ് ഉണ്ട്. അത് മുടി കറക്റ്റായിട്ട് ഉണങ്ങാത്തത് കൊണ്ട് തന്നെയാണ്. നല്ലോണം ഈ കിടക്കയിലത്തെ പൊടിയൊക്കെ പിടിക്കും. അപ്പൊ അതൊക്കെ ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്ത് കളയാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ കായ്ക്കണ വേപ്പിന്റെ ഇലയും തേങ്ങയാണ് നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു 3 സാധനങ്ങളാണ് അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് കിടക്കാൻ പോവാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് ടിപ്പാണോ ഏത് പാക്കാണോ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തൊട്ട് പരട്ടിയിട്ട് ആദ്യം കൈകൊണ്ട് വേറെടുക്കണം. അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചീർപ്പുകൊണ്ട് വേറെടുക്കണം. ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവര് പോയി കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടിപ്പിന്റെ, അല്ലെങ്കിൽ ടിപ്പായിട്ടും പാക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയണത്. ഞാൻ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ കായ്ക്കണ വേപ്പിന്റെ ഇലയുടെ കാര്യങ്ങളും തേങ്ങയുടെ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പോ ഈ കായ്ക്കണ വേപ്പിന്റെ ഇല എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ തിളപ്പിച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പച്ചയ്ക്ക് അരച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലേന്ന് അത് കഴുകി കളയാൻ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ പച്ചയ്ക്ക് ഉപയോഗിക്കാത്തത്. ഓക്കെ, അതിനൊരു നല്ല കട്ടിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, വഴുവഴുത്തൊരു കൺസിസ്റ്റൻസി അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ചിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ നല്ലൊരു സാധനമാണ്. മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഫംഗസ് ഇൻഫെക്ഷൻ, അതുപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കളയാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. മുടിക്കും നല്ലതാണ്. അപ്പോൾ എനിക്കത് എങ്ങനെയെങ്കിലും അതൊന്ന് ഉപയോഗിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ഐഡിയ ചെയ്ത് നോക്കിയതാണ്. കഞ്ഞിവെള്ളവും തേങ്ങാപ്പാലും കൂടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലെ ഇഞ്ചി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്തു, ഈ കായ്ക്കണ വേപ്പിന്റെ ഇല അരച്ചിട്ട് അതിന്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ ഇത് കൂടെ ആഡ് ചെയ്തു. അപ്പൊ എന്തൊക്കെ നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കഞ്ഞിയുടെ വെള്ളമുണ്ട്. കഞ്ഞിയുടെ വെള്ളത്തിൽ ഞാൻ ഇലയിട്ടതാണ് ഭംഗിക്ക്. കഞ്ഞിയുടെ വെള്ളമുണ്ട്, അതേപോലെ തന്നെ തേങ്ങയുണ്ട്. ഇതൊരു 2 ടീസ്പൂൺ തേങ്ങ ഉണ്ടാവും. അത് ഇത്രയും കഞ്ഞിവെള്ളത്തിനാണ് ഞാൻ ഇത്രയും തേങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. അതേപോലെ തന്നെ കായ്ക്കണ വേപ്പിന്റെ ഇല, അത് ഇത്ര അധികമൊന്നും വേണ്ട. ഞാൻ എന്നാലും ഒരു കാഴ്ചക്ക് വേണമല്ലോ എന്ന് വെച്ചിട്ട് അത്ര എടുത്തതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. കഞ്ഞിവെള്ളം ഇത്രയും ഞാൻ എടുക്കാറുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. തേങ്ങയും അതെ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയ്ക്കുള്ള നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. കായ്ക്കണ വേപ്പിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോ എന്റെ മുടിക്ക് ഇത്രത്തോളം ആവശ്യമായിട്ട് വന്നതുകൊണ്ട് ഞാൻ ഇത്രത്തോളം എടുക്കണമെന്നുള്ളൂ. കായ്ക്കണ വേപ്പിന്റെ ഇത്ര എടുക്കില്ല കേട്ടോ. അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പോ ഇനി എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണിത് ചേർക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ, അതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ കാണിച്ചു തരാം. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും, പ്രത്യേകിച്ച്
പാക്കും കാര്യങ്ങളും ഇടുമ്പോൾ ഭയങ്കര വെള്ളത്തോടൊക്കെയുള്ള പാക്കുകൾ ഇടുക. ഭയങ്കര കട്ടിയായിട്ടുള്ള പാക്കുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇതിപ്പോ കാണിച്ചു തന്ന ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ടിപ്പായിട്ടും പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാധനമാണ്. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. അപ്പൊ കഞ്ഞിവെള്ളം നമ്മുടെ മുടി ഒന്ന് ക്ലീൻ ചെയ്യാൻ സഹായിക്കും. തേങ്ങാപ്പാൽ എന്ന് വെച്ചാൽ നമ്മുടെ മുടി എപ്പോഴും ഒരു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക അതേപോലെ ഇരിക്കും ചെയ്യും. അപ്പൊ സൂപ്പർ സാധനമാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അളവ് ഇതാണ് കേട്ടോ, എന്റെ കായ്ക്കണ വേപ്പിന്റെ ഇലയുടെ അളവ്. അപ്പൊ ഞാനിത് അരച്ചിട്ട് ഇതിന്റെ ചാറ് കൂടി എടുത്തിട്ട് ഞാൻ വരാം. ഇത് രണ്ടിന്റെ അളവ് കറക്റ്റാണ്. ഞാൻ ഇത്ര തന്നെ എടുക്കാറ്. കായ്ക്കണ വേപ്പിന്റെ ഇലയുടെ അളവ് ഇതാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ തേങ്ങാപ്പാലും പിഴിഞ്ഞെടുത്തു. അതേപോലെ തന്നെ നമ്മുടെ കായ്ക്കണ വേപ്പിന്റെ ഇല അരച്ചിട്ട് അത് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ചേർത്തിട്ട് തന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. വളരെ കുറച്ച് 2 ടീസ്പൂൺ 3 ടീസ്പൂൺ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കണം, ചാറ് മാത്രമാക്കി എടുക്കണം. ഇത്രയും കായ്ക്കണ വേപ്പിന്റെ ഇലയും കഞ്ഞിവെള്ളവും. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഒഴിക്കാൻ പോണത് നമ്മുടെ കായ്ക്കണ വേപ്പിന്റെ ഇല അരച്ചതിന്റെ നീരാണ്. നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങാപ്പാലും നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. നമ്മുടെ തേങ്ങാപ്പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് താരം പോവാനും അതേപോലെ തന്നെ മുടി വളർച്ചയ്ക്കും അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷനുകളും കാര്യങ്ങളൊക്കെ മാറാൻ സൂപ്പർ സാധനമാണ് കേട്ടോ. പാക്കായിട്ടും ടിപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനമാണ്. പിന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളമല്ല, ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് വേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചൂട് പാടില്ല. പിന്നെ തലേ ദിവസത്തെയും അതേപോലെ തന്നെ അന്നത്തെയും നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം. തലേ ദിവസത്തെ വേണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഈ തലയിൽ തേച്ച് കാണിക്കാം. തല തേക്കാൻ പോവാണ്. ബാത്റൂമിൽ വന്നിട്ടാണ് ഞാൻ തേക്കണത്. കാരണം എന്താ വെച്ചാലേ മഴയൊക്കെ അല്ലേ, അപ്പൊ അവിടെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെയും പറയാണ്, നിങ്ങള് ഇത് തേക്കണേക്കാൾ മുന്നേ ചിലവർ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ കാണുന്നവരുണ്ടാവേ. ഇത് തലയിൽ തേക്കണേക്കാൾ മുന്നേ തലയിൽ എണ്ണ തൊട്ട് പരട്ടണം, മുടി കെട്ടണം, അതൊക്കെ ചെയ്യണം കേട്ടോ. അല്ലാതെ വന്നിട്ട് അവിടെ എടുത്ത് തേച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. കണ്ടോ, കഞ്ഞിവെള്ളം തോനുള്ള കാരണം നമുക്ക് മുടിയില് ഒരു എന്താ പറയാ നല്ലോണം തേച്ച് പിടിപ്പിക്കാനും അതേപോലെ തന്നെ മുടി നല്ല ക്ലീൻ ആവാനൊക്കെ നമ്മളെ സഹായിക്കും കേട്ടോ. ബാക്കി അവിടെ ഇരിക്കട്ടെ. ഇത് നമുക്കൊന്നിങ്ങനെ കളയാം. കഞ്ഞിവെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നൊരു പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ കുളിറൂമിൽ കയറിയിട്ട് എന്താ പറയാ മേല് കഴുകണേക്കാൾ മുന്നേ തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് മേല് കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തല വാഷ് ചെയ്ത് കളയാം. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്പ്. പാക്കായിട്ടും ടിപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനം. എല്ലാരും ട്രൈ ചെയ്ത് നോക്കി നോക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പാക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതേപോലെ തന്നെ ടിപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. മഴക്കാലത്ത് ചേച്ചി ഞങ്ങൾക്ക് എന്താ പറയാ ഇന്ന പോലെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ എന്റെ ഒരു സൂത്രപ്രകാരം എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് പ്രസന്റ് ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.